ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെ കാര്യങ്ങളൊക്കെ വസ്തുനിഷ്ഠമായി കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന, അറിഞ്ഞുകൊണ്ടിരിക്കുന്ന നാഥനായ അല്ലാഹു നമ്മോട് കൂടെ തന്നെയുണ്ട്, നമുക്ക് കൂട്ടിനുണ്ട് എന്ന ബോധം. ആ അല്ലാഹുവിന് സാധിക്കാത്ത യാതൊന്നുമില്ല, ആ അല്ലാഹു അറിയാത്ത യാതൊന്നുമില്ല. അവനാണെങ്കിൽ പരമകാരുണികനുമാണ്. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ വഹുവർ റഹ്മാനുർ റഹീം. സൂറത്ത് ഹശ്റിലൂടെ അല്ലാഹ് പറയുന്നു, അവൻ അല്ലാഹുവാണ്. അവനല്ലാത്ത ഒരു സംരക്ഷകൻ, ഒരു റബ്ബ്, ഒരു ഇലാഹ്, ആരാധ്യൻ നിങ്ങൾക്കില്ലേ ഇല്ല. ആലിമുൽ ഗൈബി വശ്ശഹാദ, അവൻ സർവ പരസ്യങ്ങളും സർവ രഹസ്യങ്ങളും അറിയുന്നവനാണ്, അവൻ സർവജ്ഞനാണ്. ഹുവർ റഹ്മാനുർ റഹീം. ഈ ലോകത്തെ കാരുണ്യങ്ങളും പരലോകത്തെ കാരുണ്യങ്ങളുമൊക്കെയും അവന്റെ സ്റ്റോറേജ് റൂമിലാണ്, അവനിങ്കലാണ്. ലോകത്തെ സകല കാരുണ്യത്തിന്റെയും ഉടമ അവനാണ്. ഈ ഗുണങ്ങളുള്ള, ഈ സിഫാത്തുകളുള്ള, വിശേഷണങ്ങളുള്ള, ഈ നിലക്കുള്ള റബ്ബുൽ ആലമീനായ അല്ലാഹു നമുക്ക് കൂട്ടിനുണ്ട് എന്ന ഉറച്ച ബോധം ഏതൊരുത്തനുണ്ടോ അവന് ടെൻഷൻ ഉണ്ടാവൂല, ഭാവിയെക്കുറിച്ച് ഓർത്ത് ഉത്കണ്ഠയുണ്ടാവുകയില്ല, കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് വ്യസനിക്കുകയില്ല. ഉറപ്പാ. ഈ ടെൻഷനും ദുഃഖമൊക്കെ ഏതൊരുത്തനുണ്ടോ അവൻ ഈ അള്ളാനെ കണ്ടെത്തിയിട്ടുമില്ല. അള്ളാനെ കണ്ടെത്തിയോ ഈ സമാധാനം ഉറപ്പാ. സമാധാനം ഇല്ലേ, എത്ര വലിയ പണ്ഡിതനായിട്ടും ഇബാദത്തുള്ള ആളായിട്ടും ആരാധനാനുഷ്ഠാനങ്ങളിൽ നിഷ്ഠയുള്ള ആളായിട്ടും സമാധാനല്ലേ. റബ്ബുൽ ആലമീന്റെ കൂട്ട്, മഇയ്യത്ത്, അത് കിട്ടിയിട്ടില്ല എന്നതുറപ്പാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം എന്തിന് ദാരിദ്ര്യത്തെ ഭയക്കുന്നു? നാം എന്തിന് സാമ്പത്തിക മാന്യത്തെ പേടിക്കുന്നു? എന്തിനു പേടിക്കണം? ഖജനാവിന്റെ ഉടമസ്ഥൻ കൂട്ടിനുണ്ടെങ്കിൽ, ഖജനാവ് കൈവശം വെച്ചവൻ ഈ പ്രപഞ്ചത്തിന്റെ നിധി നിക്ഷേപങ്ങളൊക്കെയും ഇവിടെ വ്യക്തികളുടെ പോക്കറ്റിലുള്ളതും അക്കൗണ്ടിലുള്ളതുമൊക്കെ ഏതൊരുത്തന്റെ ഖജനാവിലുള്ളതാണോ അവൻ ആ സമ്പന്നൻ. അല്ലാഹു ഹുവൽ ഗനിയ്യ്. ആ മുതലാളി കൂട്ടിനുണ്ടെങ്കിൽ പിന്നെ എന്തിന് സാമ്പത്തിക മാന്യത്തെ ഭയക്കണം? സാമ്പത്തിക ക്ലേശങ്ങളെ എന്തിനു ഭയക്കണം? അള്ളാനെ കൂട്ടുപിടിച്ചാലേ നമുക്ക് സുരക്ഷയുള്ളൂ. ഒരു മുതലാളിനെ കൂട്ടുപിടിച്ചിട്ട് കാര്യമില്ല. മുതലാളിയുടെ മൈൻഡ് മാറാ. അടുത്ത 1-ാം തീയതി 1,00,000 രൂപ തന്ന് സഹായിക്കാമെന്ന് പറഞ്ഞ മുതലാളിക്ക് 31-ാം തീയതി ആയപ്പോ ഒരു ചൊറിച്ചില്. അങ്ങനെ ഇപ്പൊ നാളെ കൊടുക്കുക, കൊടുത്തില്ല. അങ്ങനെ എത്ര ആൾക്കാർ ഏൽക്കലുണ്ട്. പിറ്റേ ദിവസം ചോദിച്ചു ചെല്ലുമ്പോ കിട്ടൂല, അല്ലെങ്കിൽ പച്ചക്കള്ളം പറയും, ഇതുണ്ടായിരുന്നു കേട്ടോ, പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു. ഒരു കേസും വന്നിട്ടുണ്ടാവില്ല. ഇബ്ലീസ് വന്ന് ഫിത്തനാക്കിയിട്ടുണ്ടാവും. മുതലാളിയുടെ മനസ്സ് മാറാ. മനസ്സ് മാറാൻ മാത്രല്ല, മുതലാളി പൊട്ടിപ്പോകാ. 1-ാം തീയതി ആവുമ്പോത്തിന് അതിന് ഒത്തിരി നേരൊന്നും വേണ്ട ഒന്ന് പൊട്ടാൻ. അള്ളാഹു കാക്കട്ടെ അല്ലേ. 1-ാം തീയതി ആയപ്പോഴേക്ക് മുതലാളി പൊട്ടിപ്പോയി. അതുകൊണ്ടൊരു പടപ്പിനെയും നിന്റെ സമ്പത്തിന്റെ കാര്യത്തിലായാലും നീ നമ്പണ്ട, നീ വിശ്വസിക്കണ്ട, ഉറപ്പിക്കണ്ട. ഖജനാവിന്റെ ഉടമസ്ഥനായ റബ്ബുൽ ആലമീന്റെ കൂട്ടുപിടിച്ചോ. ഒന്നും വേണ്ട കയ്യില്, ഒന്നും വേണ്ട കയ്യില്, ആവശ്യത്തിന് അവൻ ഇറക്കി തരും. ഉറപ്പാ.
നാം എന്തിന് ഭരണകൂട ഭീകരതയെ നാം എന്തിനു ഭയക്കണം? ഒരു പേടി ഒരു കാര്യത്തിൽ. ഇപ്പൊ വർത്തമാനകാല സാഹചര്യത്തിൽ ഏറ്റവും വലിയ പേടിയാണ് ഭരണകൂട ഭീകരത. ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക്, ന്യൂനപക്ഷമായ മുസ്ലിമീങ്ങൾക്ക് അതെല്ലാവർക്കും പേടിയുള്ള സംഗതി തന്നെയാണ്. വാസ്തവത്തിൽ ഭരണകൂടത്തിന്റെ ഭീകരതയെ വാസ്തവത്തിൽ നമുക്ക് പേടിക്കേണ്ടതുണ്ടോ? ഇല്ല. ഏത് അഗ്നികുണ്ഡത്തിൽ നിന്നും മോചിപ്പിച്ച് രക്ഷപ്പെടുത്തി ഉയർത്താനും വളർത്താനും കരുത്തുള്ളവനാണ് നമ്മുടെ റബ്ബ് എന്നതൊരു പരമാർത്ഥമല്ലയോ? നമ്രൂദ് ചക്രവർത്തി ദുഷ്ടനായിരുന്നു, ഏകാധിപതിയായിരുന്നു, മർദ്ദകനായിരുന്നു, അക്രമിയായിരുന്നു. എന്നിട്ട് എന്തുണ്ടായി? അള്ളാഹ് പറഞ്ഞല്ലോ. മാത്രല്ല, പടച്ച തമ്പുരാന് എങ്ങനെയും നമ്മെ പോറ്റാനാകും, എങ്ങനെയും നമ്മെ ജീവിപ്പിക്കാനാകും. അത് അഗ്നികുണ്ഡത്തിലിട്ട് അള്ളാഹു ഒരു പക്ഷേ നമ്മെ പരീക്ഷിച്ച് വിജയിപ്പിച്ചെടുക്കും. ഏത് ദുഷ്ടന്റെയും മടിത്തട്ടിലിട്ട് അള്ളാഹു വളർത്തിയേക്കാം. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? മൂസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു വളർത്തിയതെങ്ങനെ? ഏറ്റവും ലോകം കണ്ട ഏറ്റവും വലിയ അഹങ്കാരിയായ ഫിർഔൻ ലഅനത്തുള്ളയുടെ മടിത്തട്ടിലിട്ടാണ് അള്ളാഹു കലീമുള്ളയെ വളർത്തിയത്. ചരിത്രം വെറുതെ കേട്ടു പോവാനുള്ളതാണോ? അല്ലെങ്കിൽ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനെ അള്ളാഹു അങ്ങനെയൊക്കെ വളർത്തിയിട്ടുണ്ട്, ഇനി അങ്ങനെയൊന്നും നടക്കൂല, അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? ഈ ഉമ്മത്തിനോട്, ഈ സമുദായത്തോട് അള്ളാഹു ആ ചരിത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചരിത്രത്തിന്റെ ഗുണപാഠം എന്താ? ദുഷ്ടനായ, കിങ്കരനായ, വർഗീയവാദിയായ, സ്വേച്ഛാധിപതിയായ, ഏകാധിപതിയായ, ലോകം കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയായ ഫറോവ, ആ ഫറോവയുടെ മടിത്തട്ടിലിരുത്തിക്കൊണ്ട് കിടത്തിക്കൊണ്ട് അള്ളാഹു അവന്റെ കലീമിനെ, റസൂലിനെ, നബിയെ വളർത്തി. ഇതിൽ നിന്ന് പഠിക്കാനുള്ള പാടെന്താ? ഫിറഔൻ എന്നുണ്ട്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫിറഔൻ ആരായിരുന്നു? നബി തങ്ങളുടെ ഫിറഔൻ അബൂജഹലായിരുന്നു. ഇന്നുണ്ടാകണം ഫിറഔൻ. അത് ചിലപ്പോ രാജ്യം ഭരിക്കുന്ന ആളാകാം, അല്ലാത്ത ആളാകാം. ഫിറഔൻ എക്കാലത്തും അതൊരു പ്രതീകമായിട്ടാണ് വിശുദ്ധ ഖുർആൻ ഒരു ചരിത്ര പുരുഷൻ എന്നതിനപ്പുറം, ചരിത്ര പുരുഷനാണ്, അതിനപ്പുറം അതൊരു പ്രതീകമായിട്ടാണ് അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഏത് നൂറ്റാണ്ടിലും ഏത് കാലത്തും വരുന്ന ഫിറഔന്റെ മർദ്ദനങ്ങൾ പുറത്തു വന്നാലും ആ മർദ്ദനങ്ങൾക്കിടയിൽ അള്ളാഹു അവന്റെ അടിമകളെ പോറ്റും, സംരക്ഷിക്കും, വളർത്തുമെന്ന പാഠം നമുക്കറിയാലോ. ആ കഥ ഞാൻ കഥ പറയല്ല, കഥയുടെ പോയിന്റ് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. മൂസാ നബി അലൈഹിസ്സലാം ഏതൊരു സാഹചര്യത്തിലാണ് ജനിച്ചത്? ഫിറഔൻ ചക്രവർത്തി ഒരു സ്വപ്നം കാണുകയാണ്. ഷാമിന്റെ ഭാഗത്ത് നിന്ന്, മസ്ജിദുൽ അഖ്സയുടെ അതേ ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്ത് നിന്ന് ഒരു തീജ്വാല വരുന്നു. ഫറോവ കാണുന്ന സ്വപ്നാണ്. ആ തീജ്വാല വന്നിട്ട് ഈജിപ്തിലെ തദ്ദേശീയരായ ഖിബ്തി വംശത്തെ മുഴുവൻ തകർത്ത് കളയുന്നു. അവിടെ വന്ന് താമസിക്കുന്ന ന്യൂനപക്ഷമായ ഇസ്രായേലി മക്കളെ വെറുതെ വിടുന്നു. ഈജിപ്തിലെ തദ്ദേശീയരാണ് ഖിബ്തികൾ. യൂസുഫ് നബി അലൈഹിസ്സലാം മിസ്റിന്റെ അധിപനായ കാലത്താണ് യാക്കൂബ് നബി അലൈഹിസ്സലാമും സംഘവും കൻആനിൽ നിന്ന് ഈജിപ്തിലേക്ക് മാറി താമസിച്ചത്. അവരവിടെ വന്നുകൂടിയവരാ. ഈജിപ്തിലെ ദേശീയവാദി യഥാർത്ഥ ദേശക്കാരല്ല അവർ, അഭയാർത്ഥികളായി അല്ലെങ്കിൽ അള്ളാന്റെ നിർദ്ദേശപ്രകാരം വന്നെത്തിയ ആളുകളാണ്. ഇതുകൊണ്ടു തന്നെ ഖിബ്തി വംശത്തിൽ നിന്ന് വന്ന ചക്രവർത്തിയാണ്, രാജാവാണ് ഫറോവ. ഈ ഫറോവ ന്യൂനപക്ഷമായ അവിടെ വന്ന് താമസിക്കുന്ന ഇസ്രായേലിയരെ നിരന്തരം മർദ്ദിച്ചു, പീഡിപ്പിച്ചു. ആ മർദ്ദിച്ച് അവരെ അടക്കി ഭരിക്കുന്ന കാലത്താണ് ഫിറഔൻ ലഅനത്തുള്ള ഈ സ്വപ്നം കാണുന്നത്. ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്ത് നിന്നൊരു അഗ്നിജ്വാല വന്നിട്ട്
തൻ്റെ വർഗത്തെയും അവരുടെ വീടുകളെയും മുഴുവൻ തകർക്കുകയും ഇസ്രായേലരെ വെറുതെ വിടുകയും ചെയ്യുന്ന സ്വപ്നം. കൊട്ടാരത്തിലെ ജ്യോത്സ്യന്മാരെ സമീപിച്ച് ഫറോവ ചോദിച്ചു, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്, എന്താണതിന്റെ വ്യാഖ്യാനം? കൊട്ടാര ജ്യോത്സ്യന്മാർ പറഞ്ഞു കൊടുത്തു, അത് ഇസ്രായേൽ സന്തതികളിൽ ഒരു ആൺകുട്ടി ജനിക്കുന്നുണ്ട്. ആ ആൺകുട്ടി വളർന്നു വന്നാൽ നിങ്ങളുടെ സാമ്രാജ്യത്തെ അവൻ തകർക്കുകയും അധികാരം അവൻ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്യും എന്നതാണ് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം. ഉടനെ ഫിറഔന്റെ ജഡ്ജ്മെന്റ് എന്താ? ഇസ്രായേലിൽ ഇനി ആൺകുഞ്ഞുങ്ങൾ ജനിച്ചാൽ ഉടനെ കൊല്ലും. അങ്ങനെ ആ കൊല നടപ്പിലാക്കി. ഇതൊക്കെ ഖുർആനിലുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. സൂറത്തുൽ ബഖറയിൽ കാണാം, വഇദ് നജ്ജൈനാകും മിൻ ആലി ഫിർഔൻ യസൂമൂനകും സൂഅൽ അദാബ് യുദബ്ബിഹൂന അബ്നാഅകും വയസ്തഹ്യൂന നിസാഅകും വഫീ ദാലികും ബലാഉം മിർ റബ്ബികും അളീം. ഇസ്രായേലരെ വിളിച്ചുകൊണ്ട് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾക്ക് എന്തൊക്കെ ഗുണങ്ങളാണ്, അനുഗ്രഹങ്ങളാണ് തമ്പുരാൻ ചൊരിച്ചു തന്നത്. നാം നിങ്ങളെ എവിടെയൊക്കെയാണ് രക്ഷിച്ചത്. ഫിറഔൻ പാർട്ടിയിൽ നിന്ന് നിങ്ങളെ നാം രക്ഷിച്ചു. അവൻ നിങ്ങളെ സൂഉല്ലദാബ്, അത്യധികം അപകടകരമായ ശിക്ഷകൾ നിങ്ങളിൽ അടിച്ചേൽപ്പിക്കുകയും അത് രുചിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. യുദബ്ബിഹൂന അബ്നാഅകും, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൺമക്കളെ അറുകൊല നടത്തുകയും വയസ്തഹ്യൂന നിസാഅകും, പെൺമക്കളെ ജീവിക്കാൻ വിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ദുരന്തത്തിൽ നിന്നൊക്കെ നിങ്ങളെ നാം രക്ഷപ്പെടുത്തിയില്ലേ എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ആൺകുഞ്ഞുങ്ങളാണ് പ്രസവിക്കുന്നതെന്ന് കണ്ടാൽ അറുത്തുകൊല്ലുന്ന, വെട്ടിക്കൊല്ലുന്ന കാലത്താണ്, ആ വർഷത്തിലാണ് മൂസാ നബി അലൈഹിസ്സലാമിന് അവിടുത്തെ ഉമ്മ ജന്മം നൽകുന്നത്. പ്രയാസായി, സ്വാഭാവികല്ലേ, ഈ കുഞ്ഞു മരിക്കുകയാണ്, കൊല്ലും ചക്രവർത്തി. അങ്ങനെ മാനസികമായി ആ മാതൃ ഹൃദയം വിങ്ങിപ്പൊട്ടിയപ്പോൾ അള്ളാഹുവിന്റെ ഉത്തരവ്, വലഖദ് മനന്നാ അലൈക മറത്തൻ ഉഖ്റാ ഇദ് ഔഹൈനാ ഇലാ ഉമ്മിക മാ യൂഹാ. സൂറത്ത് ത്വാഹ. മൂസാ നബിയോട് അല്ലാഹു പറയാണ്, നിങ്ങൾക്ക് എന്തൊക്കെ അനുഗ്രഹം ഞാൻ ചെയ്തു. ആ കൂട്ടത്തിൽ മറ്റൊരിക്കൽ ചെയ്ത അനുഗ്രഹമാണ് നിങ്ങളുടെ ഉമ്മാക്ക് നൽകേണ്ട സന്ദേശങ്ങളൊക്കെ ഞാൻ നൽകി. അതേത് സാഹചര്യത്തിലാണ്? ഈ കുഞ്ഞ് ജനിച്ചു, ഇനി ഇത് വധിക്കപ്പെടുമെന്ന അവസ്ഥയിൽ മനസ്സ് വേദനിച്ചപ്പോൾ ആ സമയത്ത് അല്ലാഹു നിങ്ങളുടെ ഉമ്മാക്ക് സന്ദേശം നൽകേണ്ടതൊക്കെ നൽകി, അറിവ് കൊടുക്കേണ്ടതൊക്കെ നൽകി. എന്തായിരുന്നു അറിവ് കൊടുത്തത്, വഹ്യ് കൊടുത്തത്? അനിഖ്ദി ഫീഹി ഫിത്താബൂത് ഫഖ്ദി ഫീഹി ഫിൽ യം ഫല്യുൽഖിഹിൽ യമ്മു ബിസ്സാഹിൽ. ഒരു പെട്ടി ഉണ്ടാക്കി, ചരിത്രം നിങ്ങൾക്കറിയാം. ആ പെട്ടിക്കകത്ത് കുഞ്ഞിനെ ഇട്ടിട്ട് എന്നിട്ട് നദിയിലേക്ക് ഇടുക, നദിയിൽ ഒഴിക്കുക. ഫല്യുൽഖിഹിൽ യമ്മു ബിസ്സാഹിൽ. ആ നദി തന്നെ കുഞ്ഞുള്ള പെട്ടിയെ കരയിൽ എറിഞ്ഞുകൊള്ളും, പേടിക്കണ്ട. നദി തന്നെ കരയിലെത്തിച്ചോളും, അപകടം വരൂല. എങ്ങനെ? എന്നിട്ട് എല്ലാം അല്ലാഹു പറഞ്ഞു കൊടുത്തു. വൗഹൈനാ ഇലാ ഉമ്മിക മാ യൂഹാ, എന്തൊക്കെ അറിയിച്ചു കൊടുക്കണം, നടക്കാൻ പോകുന്ന ഏറെക്കുറെ കാര്യങ്ങൾ ആവശ്യമുള്ളതൊക്കെ അറിയിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, യഖുദുഹു അദുവുല്ലി വഅദുവുല്ലാ. ഈ പെട്ടിയിലിട്ട കുഞ്ഞ് നദിയിൽ ഒഴുക്കുമ്പോ നദി അതിനെ കരയിലെറിയും. അപ്പോൾ യഖുദുഹു, ആ കുഞ്ഞിനെ ഉൾക്കൊണ്ട പെട്ടി എടുക്കും. അത് എടുത്തുകൊണ്ടുപോകും ആര്? അദുവുല്ലി വഅദുവുല്ലഹു, എന്റെയും ഈ കുഞ്ഞിന്റെയും ശത്രുവായ വ്യക്തി തന്നെ എടുക്കട്ടെ. അല്ലാഹു പറയാൻ, അവനെ പേടിച്ചിട്ടാണ് ഇപ്പൊ ഈ പണി ചെയ്യുന്നത്. ഫിറഔനെ പേടിച്ചിട്ടാണ് ഈ പണി ചെയ്യുന്നത്. അല്ലാഹ് പറയാണ്, കുഴപ്പമില്ല, അവനെ പേടിക്കണ്ട, പെട്ടിയിൽ ഇട്ടോളൂ, നൈൽ നദിയിൽ ഒഴുക്കിക്കോളൂ. ആ നദി കരക്കെത്തിക്കും. കരക്കെത്തിച്ചാൽ യഖുദുഹു അദുവുല്ലി വഅദുവുല്ലാ, ഈ കുഞ്ഞിന്റെയും എന്റെയും ശത്രു എടുക്കട്ടെ. ഞാൻ കാണിച്ചു തരാം എങ്ങനെ എന്റെ തെർബിയത്തെന്ന്.
എന്റെ ഇടപെടൽ എങ്ങനെയെന്ന് കാണിച്ചു തരാം. يأخذه عدو لي وعدو له وألقيت عليك محبة مني. എന്നിൽ നിന്നുള്ള സ്നേഹം താങ്കളിലേക്ക് നാം വിട്ടു തന്നില്ലേ. എന്റെ മേൽനോട്ടത്തിൽ നിങ്ങൾ പോറ്റപ്പെടണം, നിങ്ങൾ ഡെവലപ്പാകണം, നിങ്ങളെ പരിപാലിക്കണം അവര്. ഈ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞാല് എനിക്കെൻ്റെ ഭാര്യനോട് ഇഷ്ടം വേണമെന്ന് വെച്ചാല് ഞാൻ ഒറ്റക്ക് കുത്തിയിരുന്ന് ഉണ്ടാക്കിയ ഉണ്ടാവുമോ? എനിക്ക് അവളെ കണ്ണിന്റെ നേരെ കണ്ടുകൂടാ, കാണുന്നത് തന്നെ വെറുപ്പ്. ഞാൻ എന്താ ചെയ്യാ? ഈ ഇഷ്ടം എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഉണ്ടാക്കുന്നതാണോ? ഒരിക്കലുമല്ല. അത് അല്ലാഹു ഹുബ്ബ് ഖൽബിൽ ഇട്ട് തരിക തന്നെ വേണം, അല്ലാതെ ഹുബ്ബ് കിട്ടൂല. വഅൽഖൈതു അലൈക, മൂസ താങ്കളുടെ കാര്യത്തിൽ നാം ഹുബ്ബിട്ടു. ഹുബ്ബിട്ട പിന്നെ ഏത് ശത്രുവിനും ഹുബ്ബാണ് ഉണ്ടാവുക. എന്റെ മേൽനോട്ടത്തിൽ ശത്രുവിന്റെ മടിത്തട്ടിൽ കിടന്ന് താങ്കൾ വളരട്ടെ എന്ന് നാം തീരുമാനിച്ചു. അങ്ങനെ അള്ളാന്റെ പ്ലാനൊക്കെ അറിയിച്ചു. ഉമ്മ പറഞ്ഞതുപോലെ ചെയ്തു. നൈൽ നദിയിൽ ഒഴുകി വന്ന പെട്ടി അത് കൊട്ടാരവാസികൾക്ക് തന്നെ കിട്ടി. ഫിറഔന്റെ മുന്നിലെത്തി. അവൻ വാളെടുത്ത് വെട്ടാൻ വേണ്ടി ബീവി ആസിയ അവർ തടഞ്ഞു. ആസിയ ബീവി തടഞ്ഞു. ഫിറഔന്റെ ഭാര്യയായിരുന്നു, മുഅ്മിനത്തായിരുന്നു. നമുക്കേതായാലും ആൺമക്കളില്ല, ഈ കുരുന്നിനെ നമുക്ക് പോറ്റി വളർത്താം എന്ന് പറഞ്ഞ് തടഞ്ഞു, സമ്മതിച്ചു. പിന്നുണ്ടായത് അതിലും വലിയ അത്ഭുതമാണ്. അള്ളാഹുവിന്റെ പോറ്റല്. ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. എങ്ങനെ നാം ജീവിക്കും, എങ്ങനെ നാം കരകയറും, എങ്ങനെ നമ്മുടെ കാര്യം സാധിച്ചു കിട്ടും എന്നൊക്കെ ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്ന നമുക്കുള്ള പാഠമാണ് അള്ളാഹു തരുന്നത്. പിന്നെന്താ ഉണ്ടായത്? കൊച്ചുകുട്ടിയാണ്, പ്രസവം കഴിഞ്ഞ അടുത്ത ദിവസങ്ങളാണ്, അതിന് പാലൂട്ടണ്ടേ? പാലൂട്ടാൻ സ്ത്രീകളെ വിളിച്ചു. കൊട്ടാരത്തിൽ നിന്ന് സ്ത്രീകളെ വിളിച്ചു. പല സ്ത്രീകളും ഈ കുഞ്ഞിന് മുല കൊടുക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു. ഒരു പെണ്ണിന്റെയും മാറിടത്തിൽ നിന്ന് പാല് കുടിക്കാൻ ഈ കുഞ്ഞ് കൂട്ടാക്കുന്നില്ല, ഒരു പാലും കുടിക്കണില്ല. ഈ വാർത്ത മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഉമ്മ വീട്ടിലറിയാണ്. കൊട്ടാരത്തിൽ ഒരു ആൺകുട്ടിയെ കിട്ടിയിട്ടുണ്ട്. അവർക്കറിയാലോ, അവര് തന്റെ മകളെ, കുഞ്ഞു മൂസയുടെ സഹോദരിയായ മറിയം എന്ന പെൺകുട്ടിയെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. നീ ഒന്ന് പോയി നോക്ക്. അവൾ പാത്തും പതുങ്ങിയും ചെന്നു ബുദ്ധിമതിയായ മറിയം എന്ന പെൺകുട്ടി പോയിട്ട് അകലെ നിന്ന് രംഗം വീക്ഷിച്ചു. ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി, എന്റെ കുഞ്ഞാങ്ങള മൂസ തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലായി. അതോടൊപ്പം കുഞ്ഞിനെ പാലൂട്ടാൻ വന്ന സ്ത്രീകളൊക്കെയും നിരാശപ്പെട്ട് മടങ്ങിപ്പോകുന്നു. കുഞ്ഞ് ഒരാളുടെയും പാല് കുടിക്കാതെ വാവിട്ട് കരയുന്നു. കൊട്ടാരവാസികൾ പരിഭ്രമിക്കുന്നു, പ്രയാസപ്പെടുന്നു. ഈ സന്ദർഭത്തിൽ മറിയം എന്ന് പറയുന്ന മൂസാ നബി അലൈഹിസ്സലാമിന്റെ പെങ്ങളുട്ടി മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ഇവനെ പോറ്റാൻ പറ്റിയ ഒരാൾ എൻ്റെ അടുക്കലുണ്ട്, നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ കൂട്ടി വരാൻ. ഉടനെ ഫിറൗൻ സമ്മതിച്ചു. ഉമ്മയെ കൂട്ടിക്കൊണ്ടുവന്നു. ഉമ്മയാണ് കുഞ്ഞിന് പാലൂട്ടുന്നത്. എന്നിട്ടോ ഉമ്മ കുഞ്ഞിന് പാലൂട്ടുന്നത് ചുമ്മാതല്ല, മാസ ശമ്പളത്തിൽ, ദിവസ കൂലിയിൽ, അതിനുള്ള കൂലിയും കൊട്ടാരത്തുനിന്ന് വാങ്ങി. അതും അല്ലാഹു പറയുന്നുണ്ട്, ഇത് തംശീ ഉഖ്തുക ഫതഖൂലു ഹൽ അദുല്ലുകും അലാ മൻ യക്ഫുലു فرجعناك إلى أمك كي تقر عينها ولا تحزن. നിങ്ങളുടെ സഹോദരി നടന്ന് നടന്ന് കൊട്ടാരത്തിന്റെ സമീപത്തെത്തി. അവിടത്തെ രംഗം കണ്ട് ഫതഖൂലു ഹൽ അദുല്ലുകും അലാ മൻ യക്ഫുലുഹു, ഈ കുഞ്ഞുമോനെ പോറ്റാൻ, ഇതിനെ പാലൂട്ടാൻ പറ്റുന്ന ഒരാളെ കുറിച്ചുള്ള വിവരം ഞാൻ തരട്ടെയോ, ഒരാളെ കുറിച്ചുള്ള അറിവ് ഞാൻ തരട്ടെയോ എന്നവൾ ചോദിച്ചു. അതിനനുവാദം കിട്ടിയപ്പോ ഫറജഅനാക ഇലാ ഉമ്മിക,
യാ മൂസ, താങ്കളുടെ മാതാവിലേക്ക് തന്നെ നാം മടക്കുകയും ചെയ്തില്ലേ? കൈ തഖറഇനുഹാ വലാ തഹ്സൻ, അങ്ങയുടെ മാതാവിന് കൺകുളിർമയുണ്ടാകാനും അവർ ദുഃഖിക്കാതിരിക്കാനും വേണ്ടി. കൊച്ചു കുഞ്ഞിനെ നഷ്ടമാകുമ്പോൾ ഏത് തള്ളക്ക ഒന്ന് കാണാതിരിക്കാൻ പറ്റുമോ? ഉമ്മാക്ക് സങ്കടം വരാതിരിക്കാനും ഉമ്മാന്റെ സന്തോഷം ഒന്ന് പ്രകടാകാനും വേണ്ടിയിട്ട് നിങ്ങളെ നാം ഉമ്മായിലേക്ക് തന്നെ മടക്കിയില്ലേ? അള്ളാഹ് ചോദിക്കുകയാണ്. ഈ കഥയൊക്കെ നമ്മളോട് എന്തിനാ അള്ളാഹു പറഞ്ഞത്? എന്തിനാ പറഞ്ഞത്? ദുഷ്ടനായ ഏറ്റവും വലിയ കാബാലികനായ ഫറോവയുടെ മടിത്തട്ടിലിട്ട അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാമിനെ വളർത്തിയെങ്കിൽ ഏത് നൂറ്റാണ്ടിലുള്ള ഏത് ആധുനിക ലോകത്തുള്ള ഫിർഔന്റെ സാമ്രാജ്യത്വത്തിന്റെ മടിത്തട്ടിലിട്ട് അല്ലാഹു അവന്റെ അടിമകളെ വളർത്തും. അതിന് കഴിവുള്ളവനാണ് അവൻ. അത് നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്ന മെസ്സേജാണ് ഇതിലുള്ളത്. അതെ, കൊട്ടാരത്തിൽ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായി. അങ്ങനെ ഫിറഔന്റെ മടിത്തട്ടിൽ കൊച്ചു ബാലനായി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞു മൂസ അലൈഹിസ്സലാം ഒരിക്കൽ ഈ ഫിറഔന്റെ താടിയിൽ പിടിച്ചിട്ട് ഒറ്റ വലി. കുഞ്ഞാണെങ്കിലും മോശം ഉണ്ടാവില്ലല്ലോ. ആ പിടിച്ച് വലിയിൽ ഫിറഔന് അത് വല്ലാതെ നൊന്തു. വാള് കെട്ടെടുത്തു. ഇവൻ അവൻ തന്നെ എന്ന് വെച്ചാല് ഞാൻ ആ കിനാവ് കണ്ട സാധനം തന്നെ ഇവനെ വിടാൻ പറ്റൂല, വാളെടുത്തു. അപ്പൊ ആസിയ ബീവി വീണ്ടും വന്നിട്ട് കയ്യിൽ പിടിച്ചു. എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞു പൈതലല്ലേ, വിട്ടേക്കൂ, അവന് വകതിരിവില്ല എന്ന് പറഞ്ഞിട്ട് ഫിറഔൻ സമ്മതിക്കുന്നില്ല. അപ്പൊ ആസിയ ബീവി അവിടെ ഒരു പരീക്ഷണം പറയുന്നുണ്ട്. നിങ്ങളൊരു തീക്കട്ടയും ഒരു സ്വർണ്ണക്കട്ടയും വെച്ച് നോക്ക്. വകതിരിവുണ്ടെങ്കിലല്ലേ അവൻ സ്വർണ്ണക്കട്ടയിലേക്ക് വരുള്ളൂ, അവൻ തീക്കട്ടയിലേക്ക് വരുള്ളൂ. അപ്പൊ ഫിറഔൻ സമ്മതിച്ചു. ഒരു തീക്കട്ടയും സ്വർണ്ണക്കട്ടയും മുന്നിൽ ഹാജരാക്കി. മുട്ടിൽ ഇഴയുന്ന കുട്ടിയാണ്, ആ പ്രായാണ്. എന്നിട്ട് അവനെ വിട്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാം കുഞ്ഞായ സമയത്ത് പറഞ്ഞു വിട്ടപ്പോ നേരെ പോകുന്നത് സ്വർണ്ണക്കട്ടയുടെ അരികിലേക്കാണ്. മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് കൈ തട്ടി തീക്കട്ടയിലേക്ക് പോയി. പെട്ടെന്ന് അത് എടുത്തിട്ട് വായിലിട്ടു. നാക്കൽപ്പം പൊള്ളി. അതുകൊണ്ടാണ് മൂസാ അലൈഹി സ്വലാമിന് വിക്കുണ്ടായത്. മുഫസ്സിറുകൾ പറയുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാം വലിയ ആളൊക്കെ ആയിട്ട് ഫിറഔന്റെ കൊട്ടാരത്തിലേക്ക് പോകണമെന്ന് അള്ളാഹ് പറഞ്ഞല്ലോ. അങ്ങോട്ട് പോറ്റിയ അച്ഛനാണല്ലോ, വിടാൻ പറ്റൂല അവനെ. അതിനെന്നെ അവന്റെ മടിത്തട്ടിലിട്ട് യാ മൂസ, താങ്കളെ നാം വളർത്തിയത്, പോകണം കൊട്ടാരത്തിലേക്ക്, വിപ്ലവം ഉണ്ടാക്കണം, ചുമ്മാതിരിക്കാൻ പറ്റില്ല. അപ്പൊ മൂസാ നബി അള്ളാഹിനോട് പറയുന്നുണ്ട്, റബ്ബി ശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പടച്ചോനെ, എന്റെ നെഞ്ചകം ഒന്ന് വ്യാപ്തി കൂട്ടണം, മെമ്മറി പവർ ഒന്ന് കൂട്ടണം, കുറച്ച് GB കുറച്ചും കൂടി, ബൈറ്റ്സ് കുറച്ചും കൂടി അതിനുള്ള സ്പേസ് കൂട്ടണം. അതോടൊപ്പം വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി, വിക്കുണ്ട് കുറേശ്ശെ, അവിടെ ചെന്ന് ബബ്ബടിക്കാൻ പറ്റൂല, വിക്കൊന്ന് മാറ്റി തരണം. ഈ വിക്ക് എങ്ങനെ ഉണ്ടായതാണ്? ആ പ്രായത്തിൽ തീക്കട്ട എടുത്ത് വായിലിട്ടതാണ്. മുഫസ്സിറുകൾ ചരിത്രം പറയുന്നുണ്ട്. അപ്പോ ഫിറഔൻ പറഞ്ഞു, ആ ശരിയാ, ഇത് വകതിരിവില്ലാത്ത കുഞ്ഞാണ്, അവൻ വളരട്ടെ. വേറൊരു മൂസണ്ട്, അത് അലൈഹിസ്സലാം മൂസയല്ല, ദുഷ്ടനായ മൂസൻ. ആ മൂസ എവിടെ വളർന്നത്? ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മടിത്തട്ടിലാണ് ആ മൂസ വളർന്നത്. അങ്ങനെ ഒരു മൂസ ഉണ്ട്. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒരു മൂസ ഉണ്ട്. ആ മൂസയും ഈ കാലത്ത് തന്നെ ജനിച്ചത്. ഏത് കാലത്ത്? ഫിറഔൻ ആൺകുഞ്ഞുങ്ങളെ കൊല്ലുന്ന കാലത്ത് തന്നെ ജനിച്ചത്. അത് ദുർമന്ത്രവാദിയായിരുന്ന സാമിരിയാണ്. സാമിരി, ഖുർആൻ പറഞ്ഞ സാമിരി. ഇസ്മുഹു മൂസ ഇബ്നു ലഫർ യുൻസബു ഇലാ ഖറിയത്തിൻ തുദ്ആ സാമിറ. തഫ്സീറിൽ കാണാം, ഈ സാമിരി എന്നുള്ളത് ആളെ പേരല്ല. സാമിരി എന്നുള്ളത് ആളെ പേരല്ല. ഇസ്മുഹു, സാമിരിയുടെ പേര് മൂസ ഇബ്നു ലഫർ എന്നാണ്. സാമിരി എന്ന് വന്നത് യുൻസബു ഇലാ ഖറിയത്തിൻ തുദ്ആ സാമിറ. സാമിറ എന്ന ഗ്രാമവാസി ആയിരുന്നു ഇയാള്. അതുകൊണ്ട് സാമിരി ആയതാണ് അല്ലേ. മക്കക്കാരന് മക്കി എന്ന് പറയും, മദീനക്കാരന് മദനി എന്ന് പറയും അല്ലേ. ജീലാൻകാരന് ജീലാനി എന്ന് പറയും. അങ്ങനെ അറബിയിൽ ഒരു പ്രയോഗമുണ്ട്. സാമിറ എന്ന ഗ്രാമവാസി ആയതുകൊണ്ട് സാമിരി എന്ന് വിളിച്ചു വന്നു. അങ്ങനെ ആ പേരിൽ പ്രസിദ്ധനായതാണ്. അയാളെ പേര് മൂസ ഇബ്നു ലഫർ എന്നാണ്. വലഅതുഹു ഉമ്മുഹു ഫീ കഹ്ഫിൻ.
ആൺകുഞ്ഞുങ്ങളെ ക്രൂരമായി തലയറുത്തു കൊല്ലുന്ന ആ വർഷത്തിലാണ് സാമിരിയുടെ ഉമ്മ സാമിരിയെ പ്രസവിച്ചത്. അപ്പൊ പേടിണ്ടായിരുന്നു ഉമ്മാക്ക്. ഉമ്മ എന്ത് ചെയ്തു? ഒരു മലഞ്ചെരുവിലുള്ള ഗുഹക്കകത്ത് പോയി സ്വകാര്യമായിട്ട് അവിടെ പെറ്റിട്ട് പോന്നു. ആ ഗുഹയിലേക്ക് ഒരു മനുഷ്യൻ പോകൂല. ആ ഗുഹയിൽ സാമിരിയുടെ മാതാവ് ആ കുഞ്ഞിനെ പ്രസവിച്ചു. പ്രസവം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ആ ഗുഹക്കുള്ളിൽ പ്രസവിച്ചിട്ട ആ ചോര പൈതലിനെ പോറ്റാൻ, അതിന് വേണ്ടത് കൊടുക്കാൻ വേണ്ടി അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാമിനെ അയച്ചു. ഇവിടെ ന്യൂട്രും ഫേസും വേണം, നെഗറ്റീവും പോസിറ്റീവും വേണം. ഒന്ന് മാത്രം പറ്റൂല, രണ്ടും അല്ല പടക്കണല്ലോ. അതുകൊണ്ട് ആ കുഞ്ഞ് ആവശ്യമുണ്ട്, ആ കുഞ്ഞ് വളരേണ്ടത് ആവശ്യമുണ്ട് എന്ന് തീരുമാനിച്ച അള്ളാഹു ആ ഗുഹക്കകത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ചു. തേനും പാലും കൊടുത്ത് ആ ചോര പൈതലിനെ പോറ്റി വളർത്തിയത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അപ്പൊ എന്തുണ്ടായി? കവി പറഞ്ഞതുപോലെ വമൂസല്ലദീ റബ്ബാഹു ജിബ്രീലു കാഫിറു വമൂസല്ലദീ റബ്ബാഹു ഫിർഔനു മുർസലു. മൊയ്ലിയർക്ക് തെറ്റിയോ? എന്താ ഈ പാടിയത്? വമൂസല്ലദീ റബ്ബാഹു ജിബ്രീലു കാഫിറു വമൂസല്ലദീ റബ്ബാഹു ഫിർഔനു മുർസലു. വേഗം അർത്ഥം പറഞ്ഞാൽ ചിലപ്പോ കല്ലേറ് വരും. വേണ്ട, മൂര്യാട് പറഞ്ഞ സ്ഥലത്ത് ഒരു മൊയ്ലിയർ പ്രസംഗിച്ചല്ലോ. മൂര്യാട്ടുകാരെ നായകളെ എന്ന് പറഞ്ഞപ്പോ തൊണ്ടയിലെ വെള്ളം പറ്റി. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ഒന്നിന് കുനിഞ്ഞത്. അപ്പോഴേക്ക് സദസ്സിൽ നിന്ന് കല്ലും ചെരുപ്പും വന്നു എന്നാ. തൊണ്ടയുടെ ദാഹം മാറ്റി, ആ വരൾച്ച മാറ്റിയിട്ട് പറഞ്ഞു, തൊട്ടു പോകരുത്, തൊട്ട് കഴിഞ്ഞാൽ 7 വട്ടം കഴുകണം. ആ ഗ്യാപ്പ് ഭയങ്കര അപകടമാണ് എന്ന് പറഞ്ഞ മാതിരി ഈ പാട്ട്, ഈ ബെയ്ത്ത് അങ്ങനെ പാടി വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ എന്നൊന്ന് തുറിച്ചു നോക്കും. എന്താ അത് പറഞ്ഞത്? വമൂസല്ലദീ റബ്ബാഹു ജിബ്രീലു കാഫിറു വമൂസല്ലദീ റബ്ബാഹു ഫിർഔനു മുർസലു. ജിബ്രീൽ പോറ്റിയൊരു മൂസണ്ട്, അങ്ങേര് പച്ച കാഫിറ. ഫിറൗൻ പോറ്റിയ ഒരു മൂസണ്ട്, അത് അള്ളാന്റെ മുർസല, റസൂല, ദൂതന. ഇതൊരു പാഠമല്ലേ പ്രിയമുള്ളവരെ? ഇതിൽ നിന്ന് പഠിക്കാണ്ടല്ലോ നമുക്ക്. ഇങ്ങനെയുള്ള റബ്ബാണ് നമ്മുടെ റബ്ബ്. ഏത് ഭരണകൂട ഭീകരതയിലും, ഏത് ഫിർഔന്റെ ആധിപത്യത്തിലും ഈ സമുദായത്തെ സുരക്ഷിതമായി പോറ്റി വളർത്താൻ അവരുടെ തന്നെ അധികാര പരിധിയിലിട്ടുകൊണ്ട്, അവരുടെ സ്വേച്ഛാധിപത്യത്തിന്റെ മടിത്തട്ടിലിട്ടുകൊണ്ട് അള്ളാഹുവിന് പോറ്റാനാകും, അള്ളാഹുവിന് പരിപാലിക്കാനാകും. ഇതല്ലേ ഇതിന് പഠിക്കാനുള്ളത്? ഇതന്നെ പഠിക്കാനുള്ളത്. ഇതോർക്കുമ്പോ, ഇത് പഠിക്കുമ്പോ ഇന്ത്യ രാജ്യത്തെന്നല്ല, സിറിയയിലെന്നല്ല, യമനിലെന്നല്ല, കശ്മീരിലെന്നല്ല, ഫലസ്തീനിലെന്നല്ല, ലോകരുണ്ട ഭൂമിയുടെ ഏത് ഭാഗത്ത് ജീവിക്കുന്ന മനുഷ്യനാണെങ്കിലും അവൻ റബ്ബുൽ ആലമീനെ കണ്ടെത്തിയവനാണെങ്കിൽ അവന് ടെൻഷൻ ഉണ്ടാവില്ല. ഉണ്ടാകുമോ? ഉണ്ടാകാൻ വകുപ്പില്ലല്ലോ, ഉണ്ടാകാൻ വകുപ്പില്ലല്ലോ. ഫിറൗന്റെ മടിത്തട്ടിലിട്ട് വളർത്തിയ അല്ലാഹ്, മൂസാ അലൈഹിസ്സലാമിനെ വളർത്തിയ അല്ലാഹ്, ആ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാൻ അല്ലാഹ് പറഞ്ഞത്. നിങ്ങൾ ഏതോ ഒരു അദൃശ്യ ശക്തിക്ക് ഇബാദത്ത് എടുക്കൂന്നല്ലല്ലോ അല്ലാഹ് പറഞ്ഞത്. ആണോ? നിങ്ങൾ കാണാത്ത, കേൾക്കാത്ത, ഒട്ടും പിടികിട്ടാത്ത, നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അങ്ങനെയുള്ളൊരു അദൃശ്യ ശക്തിക്ക് ഇബാദത്ത് ചെയ്യാനല്ലല്ലോ പറഞ്ഞത്. നബി തങ്ങൾ അങ്ങനെയല്ലല്ലോ പഠിപ്പിച്ചത്. സ്വർഗത്തിൽ എത്തണമെങ്കിൽ ഇബാദത്ത് ചെയ്യണം. നിങ്ങൾ ഒരിക്കലും പിടുത്തം കിട്ടാത്ത അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യണം എന്നല്ല. റബ്ബക്കും, നിങ്ങളുടെ നാഥന്, ആ നാഥനെ അറിയണല്ലോ. നിങ്ങളെ നാഥന് നിങ്ങൾ ഇബാദത്ത് എടുക്കണം എന്നാണ് പറയുന്നത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ ഒരു റേഞ്ചിലേക്ക് നമുക്ക് വരണം. ഉഅ്ബുദു റബ്ബക്കും, നിങ്ങളുടെ റബ്ബിന് നിങ്ങൾ ഇബാദത്ത് എടുക്കണം. നിങ്ങളെ റബ്ബ്, എന്റെ റബ്ബെന്ന് ഞാൻ അറിയണം, നിങ്ങളെ റബ്ബ് എന്ന് നിങ്ങൾ അറിയണം. വസല്ലു ഖംസക്കും, എന്നിട്ട് നിസ്കാരത്തിന്റെ കാര്യം, വസൂമു ശഹ്റക്കും, നോമ്പിന്റെ കാര്യം, വഅദ്ദു സകാത അംവാലിക്കും, നിങ്ങളുടെ സകാത്തിന്റെ ദാനധർമ്മത്തിന്റെ കാര്യം, വഅതിഉ ദാ അംരിക്കും, നിങ്ങൾ അനുസരിക്കേണ്ടവരെയൊക്കെയും അനുസരിക്കേണ്ട കാര്യം, ഇതൊക്കെ സൂക്ഷിച്ചാൽ തദ്ഖുലു ജന്നത റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ,
നിങ്ങളുടെ റബ്ബിന്റെ സ്വർഗത്തിൽ നിങ്ങൾ എത്തിപ്പെടുന്ന പറയുന്നത്. ഇവിടെ റബ്ബ് എന്നാ പരിചയപ്പെടുത്തുന്നത്, റബ്ബ്. അതുകൊണ്ട് റബ്ബുൽ ആലമീൻ എന്നൊരു കൺസെപ്റ്റ് ശരിയായാൽ നമ്മൾ എവിടെയായാലും ഏതൊക്കെ പ്രതിസന്ധിയിലായാലും നമുക്ക് ബേജാറുണ്ടാവില്ല. ഞാനൊരു ചരിത്രം നിങ്ങളോട് പറയട്ടെ. മഹാനായ മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലയുടെ കാലഘട്ടം. നമ്മൾ കുറേ ഖുർആനിൽ നിന്ന് ചരിത്രം പറഞ്ഞു, നബിമാരുടെ കഥകൾ പറഞ്ഞു. ഒരു ഗുണപാഠത്തിന് വേണ്ടി, ഇത് നബിമാർക്ക് മാത്രമുള്ള സ്പെഷ്യൽ ഒരു പ്രത്യേകമായ കാര്യമൊന്നും അല്ല. നമ്മളെപ്പോലത്തെ സാധാരണക്കാരായ ആളുകൾ ഈ ഈമാൻ ആർജിച്ചാൽ, ഈ സനാതത്വ ബോധം ഉള്ളിലേക്ക് ഇറക്കിയാൽ, ഇന്നല്ലാഹ മഈ, ഇന്ന മഈ റബ്ബി, ഇന്ന മഈ റബ്ബി, എന്റെ റബ്ബ് എന്നോട് കൂടെയുണ്ട് എന്ന സനാതത്വ ബോധം ഹൃദയത്തിനകത്ത് രൂഢമൂലമായാൽ നമ്മൾ നബിയാകേണ്ട ആവശ്യമില്ല, ഖുതുബുൽ അക്താബ് ആകേണ്ട ആവശ്യമില്ല. സാധാരണക്കാരായ നമുക്കും പിടിച്ചു നിൽക്കാൻ പറ്റും. അള്ളാഹുവിൽ നിന്ന് സുരക്ഷ ലഭിക്കും, അള്ളാഹുവിൽ നിന്ന് മോചനത്തിന്റെ പാത തുറന്നു കിട്ടും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വലിയായ ആരിഫായ മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാ ഒരു അനുഭവം പറയുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ഞാൻ ഡമസ്കസിൽ താമസിക്കുന്ന കാലം, ഒരു രാത്രി പാതിരാത്രി കഴിഞ്ഞപ്പോൾ ഞാനൊരു സ്വപ്നം കാണുകയാണ്. എന്താ കണ്ട സ്വപ്നം? ദിമഷ്ക് പള്ളിയിൽ, ഡമസ്കസ് പട്ടണത്തിലെ പള്ളിയിൽ ഒരു അടിമ ദിക്റിലും പ്രാർത്ഥനയിലും നിസ്കാരത്തിലും മുഴുകിയിരിക്കുന്നു. കുറെ സമയമായി അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ട് ഇന്നത്തെ രാത്രിയിലെ അത്താഴവും അദ്ദേഹം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് വീട്ടിലെ അടുക്കളയിൽ എന്താണോ ഉള്ളത് നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് എടുത്തിട്ട് എന്റെ ആ നല്ല മനുഷ്യന് ഭക്ഷണം കൊടുക്കണം. ഇതൊരു ദൂതം വന്നിട്ട് പറയാൻ. പെട്ടെന്ന് ഞെട്ടി ഉണർന്നു ഞാൻ. ഉടനെ തന്നെ ഞാൻ അടുക്കളയിൽ പോയി. കുറച്ച് ഉണക്കറൊട്ടിയുണ്ട്, കുറച്ച് കൂട്ടാനുണ്ട്, അതൊക്കെ ഒരു പാത്രത്തിലാക്കി. നമ്മളിപ്പോൾ ഇത് കിനാവ് ഉണ്ടാല് നേരം വെളുത്ത ഉസ്താദിനോട് ചോദിച്ചു നോക്കും, ഞാൻ അങ്ങനെ ഒരു കിനാവ് ഉണ്ട്, എന്താ അതിന്റെ വ്യാഖ്യാനം? അവിടെ തന്നെ ഉറങ്ങും. മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ല ഉറങ്ങുകയല്ല, കിനാവ് കണ്ട ഉടനെ തന്നെ എണീറ്റിട്ട് ഭക്ഷണമൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പള്ളിയിലേക്ക് ഓടുകയാണ്. കൂരിരുട്ട്. രാത്രി പ്രാർത്ഥിക്കുന്ന സമയം കഴിഞ്ഞാൽ, ഇശാ വക്തൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആളുകൾ പോയാൽ വിളക്കൊക്കെ ഊതിപ്പോവും. ഇന്നത്തെ പോലെ കരണ്ടൊന്നുമില്ല, ചെറിയ LED ബൾബൊന്നും പ്രകാശിക്കാനില്ല, കൂരിരുട്ട്. എന്നാൽ ഒരല്പം മങ്ങിയ നിലാവ്. പയ്യെ വാതിൽ തുറന്ന് നോക്കുമ്പോ ഒരാൾ ഏകനായി ഒറ്റക്ക് പള്ളിക്കകത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉടനെ ഈ പാത്രവുമായി അദ്ദേഹത്തിന്റെ നിസ്കാരം കഴിയാൻ വേണ്ടി കാത്തു നിന്നു. സലാം വീണു, അപ്പൊ തന്നെ നിസ്കരിക്കും. സലാം വീടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അനങ്ങാണ്ട് ദിക്റിലിരിക്കുകയാണ്. ഇത് അവിടെ നിന്ന് എണീറ്റ് വന്നിട്ട് കൊണ്ടേ ഭക്ഷണം കൊടുക്കാൻ. കുറെ സമയം ഞാൻ പാത്രവുമായി കാത്തു നിന്നു. അവസാനം എന്നെ ഭക്ഷണം കൊണ്ടുവരാൻ ഏൽപ്പിച്ച ആളെ പോലെ അദ്ദേഹം നേരെ വന്നിട്ട് അസ്സലാമു അലൈക്കും ഒക്കെ അവിടെ ആയിരുന്നു. അതിന് കഴിച്ചിട്ട് അൽഹംദുലില്ലാ എന്നും പറഞ്ഞിട്ട് അസ്സലാമു അലൈക്കും എന്ന് പോവാൻ നിൽക്കും. ഒരു അക്ഷരം അദ്ദേഹം എന്നോട് മിണ്ടിയില്ല, ഞാൻ അദ്ദേഹത്തോടും മിണ്ടിയില്ല. വെറും സലാം പറഞ്ഞു മടക്കി എന്നല്ലാതെ അതിനപ്പുറത്തൊരു കമ്മ്യൂണിക്കേഷനും ഞങ്ങൾ തമ്മിൽ ഉണ്ടായില്ല. നേരെ വന്നു, ഇത് എനിക്കുള്ളതാണോ അത് തരൂന്നൊന്നും ചോദിച്ചില്ല. എന്നെ ഹോട്ടലിലേക്ക്, കടയിലേക്ക് ഭക്ഷണം മേടിക്കാൻ വിട്ട ആളെ പോലെ നേരെ വന്നിരുന്നിട്ട് ആ പാത്രത്തിലുള്ളതൊക്കെ ആവശ്യത്തിന് കഴിച്ചിട്ട് അൽഹംദുലില്ലയും പറഞ്ഞിട്ട് മഅസ്സലാമ പറഞ്ഞിട്ട് തിരിച്ചു പോരാൻ നിന്നപ്പോൾ ഞാനൊരു കാര്യം അപ്പൊ പറഞ്ഞു. മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ല പറയാണ്, അദ്ദേഹം തിരിച്ചു പോകാൻ ഒരുങ്ങവേ ഞാനൊരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? ദേ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, എൻ്റെ വീട് ഈ പള്ളിയുടെ ഇന്ന ഭാഗത്ത് ഈ പട്ടണത്തിൽ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്കിനി എന്താവശ്യമുണ്ടെങ്കിലും എൻ്റെ വീട്ടിൻ്റെ വാതിൽ വന്ന് മുട്ടിയാൽ ഞാൻ റെഡിയാണ്. നിങ്ങൾ പട്ടിണി കിടക്കണ്ട, നിങ്ങൾ പ്രയാസപ്പെടണ്ട. എന്താവശ്യമുണ്ടെങ്കിലും ദേ എൻ്റെ വീട് ഇവിടെ തന്നെയാണ്, ഈ ഭാഗത്താണ്. അടയാളം പറഞ്ഞു കൊടുത്തു. എൻ്റെ വീട്ടുവാതിൽക്കൽ വന്ന് താങ്കൾ മുട്ടിയാൽ ഞാൻ റെഡിയാണ്. ഇതാണ് കേട്ടപ്പോ ഇദ്ദേഹം റോങ്ങായില്ലേ? ഇതങ്ങട്ട് കേട്ടപ്പോ സ്വഭാവം മാറിയില്ലേ? മുഖത്ത് കോപം തളം കെട്ടി. എടാ നീ അലിംതു അന്നക ഗബിയുൻ, നീ പമ്പര വിഡ്ഢിയാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായിടാ. ഞാൻ നിന്റെ ശാപ്പാട് കഴിച്ച് നീ ഒരു ഔലിയാണെന്ന് കരുതിയിട്ടാ, നീ അള്ളാനെ തിരിഞ്ഞൊരു നല്ല മനുഷ്യനാന്ന് കരുതിയിട്ടാ.
ഈ പാതിരാത്രി കഴിഞ്ഞ സമയത്ത് എനിക്ക് ഫുഡുമായി വന്ന നീ സാധാരണക്കാരനല്ല, പ്രത്യേകക്കാരനാണ്, അള്ളാഹനെ അറിഞ്ഞ ആളാണ് എന്നതായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നത്. നിന്റെ ഈ ചോദ്യം കേട്ടതോടുകൂടെ അലിംതു, ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, അന്നക ഗബിയുൻ, നീ ഒരു പമ്പര വിഡ്ഢിയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാ, ലിമാദാ, എന്തുകൊണ്ട് ഞാൻ വിഡ്ഢിയായി? എടാ, അപ്പൊ അദ്ദേഹം പറയാണ്, എടാ ഞാൻ നിന്നോട് ഫുഡ് ചോദിച്ചോ? എനിക്ക് വിശക്കണുണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞോ? നീ ഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുവരണമെന്ന് നിന്നോട് പറഞ്ഞോ? എന്തെങ്കിലും നിന്റെ വീട്ടുവാതിൽക്കൽ വന്നോ അല്ലാതെയോ നിന്നോട് ഞാൻ ആവശ്യപ്പെട്ടോ? ഇല്ല. പിന്നെങ്ങനെ നീ എന്റെ അരികിലേക്ക് ഭക്ഷണവുമായി എത്തി? കിടന്നുറങ്ങുന്ന നിന്നെ വിളിച്ചുണർത്തി നിന്റെ വീട്ടിലുള്ളത് പാത്രത്തിലാക്കി ഈ പള്ളിയിൽ ആരാധനയിൽ കഴിയുന്ന എന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ നിനക്ക് ഡയറക്ഷൻ തന്ന, നിന്നോട് കൽപ്പിക്കുന്ന നാഥൻ സദാ എന്നെ നോക്കിക്കൊണ്ടിരിക്കെ, എന്നെ അറിഞ്ഞുകൊണ്ടിരിക്കെ, എനിക്ക് വേണ്ടുന്നത് തന്നുകൊണ്ടിരിക്കെ, എടാ ഉറങ്ങിക്കിടക്കുന്ന നിന്റെ വീട്ടുവാതിൽക്കൽ ഞാൻ മുട്ടണമെന്നോ? അലിംതു അന്നക ഗബിയുൻ, നീ പമ്പര വിഡ്ഢിയല്ലടാ. ഞാൻ നിന്നോട് ചോദിക്കാതെ നീ കൊണ്ടുവന്ന് തന്നു. എങ്ങനെ നിന്നെ ഉണർത്തേണ്ടവൻ ഉണർത്തി, നിനക്ക് ഭക്ഷണം തന്നവൻ ഡയറക്ഷൻ തന്നു, നീ അതുപ്രകാരം വന്ന് എന്നെ തീറ്റി. ആ തമ്പുരാൻ ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം, തൂക്കി ഉറക്കപ്പോലും വരാത്ത, ഇരുന്നുറങ്ങാത്ത, ഒരു സെക്കൻഡിൽ ഉറങ്ങാത്ത തമ്പുരാൻ സദാ എന്നെ നോക്കിക്കൊണ്ടിരിക്കെ, ആ നാഥൻ എന്നെ പോറ്റിക്കൊണ്ടിരിക്കെ, ഉറങ്ങുന്ന ഹംകെ നിന്റെ വീട്ടുവാതിൽക്കുള്ളത് ഞാൻ മുട്ടണം, നീയല്ലടാ വിഡ്ഢി. ആലോചിച്ചോക്ക്. ഇതാണ് കൂട്ടരെ തൗഹീദ് പറഞ്ഞാല്. അല്ലാതെ തെരുവില് തമ്മിൽ തല്ലലല്ല തൗഹീദ് കേട്ടോ. സ്റ്റേജ് കെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുപ്പലക്കലല്ല തൗഹീദ്. ഈ തൗഹീദ് കിട്ടണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വഴിക്ക് വരണം. ആ റസൂലിന്റെ പാരമ്പര്യം വഹിക്കുന്ന സംശുദ്ധരായ വ്യക്തിത്വങ്ങളിൽ നിന്ന് തൗഹീദ് പഠിക്കണം. ഞാൻ നിങ്ങളൊരു സംഘടനയിലേക്കോ, ഞാൻ അത് പറയുമ്പോൾ അയാൾ ത്വരീഖത്തിലേക്ക് ക്ഷണിക്കുക എന്ന് പറയും, ഒരു മണ്ണാങ്കട്ടയിലേക്കും ക്ഷണിക്കണില്ല. ഇസ്ലാമിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്, തൗഹീദിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്. ഈ തൗഹീദിൽ എത്തിയാലേ ബേജാറ് തീരുള്ളൂ. റബ്ബുല്ലാലമീന്റെ കൂട്ടിന് ബോധ്യപ്പെടണം, റബ്ബുല്ലാലമീന്റെ മഴിയത്ത് കെട്ട് ബോധ്യപ്പെടണം. പിന്നെ എന്ത് ടെൻഷൻ, പിന്നെ എന്ത് ആവലാതി, പിന്നെ എന്ത് വേവലാതി. ഇതേ മരിക്കുക എന്ന് കണ്ട അങ്ങോട്ട് ചിരിക്കും. അല്ലാ, എന്റെ ഹബീബിന്റെ അടുത്തേക്ക് പോവാണല്ലോ, ഇനി അതിലും വലിയ പ്രശ്നം മരണത്തോളം വലിയ പ്രശ്നം വേറൊന്നും വരാനില്ലല്ലോ. ഇതേ മരിക്കുകയാണ് എന്നാണ് അറിവ് കിട്ടിയാല് അൽഹംദുലില്ലാ, ഞാൻ പോണത് എന്റെ റബ്ബിന്റെ അടുത്തേക്കല്ലേ. ഈ ഒരു നിലവാരത്തിലേക്ക് നമുക്ക് മാനസികമായിട്ട് വളരണം. വളർന്നിട്ടില്ലെങ്കിൽ കൂട്ടരെ നഷ്ട. മൊയ്ലിയേര് വലിയ കൊമ്പത്തെ കാര്യമൊക്കെ പറയുന്നതൊന്നും മൂവാറ്റുഴക്കാർക്ക് നടപടിയുള്ള കാര്യമല്ല. വേറെ വല്ലതും പറ, കച്ചവടത്തിന്റെ മസാല പറ, എന്നാ കുറച്ച് കച്ചവടക്കാരൊക്കെ നന്നാവും. ഇതൊന്നും പറഞ്ഞിട്ട് ഇതിന്റെ പിന്നാലെ മോട്ടോർ സൈക്കിൾ എടുത്ത് കൂടിയിട്ട് കാര്യമില്ല മൗലവി എന്നൊക്കെ പറയുന്നവരുണ്ട്. നിങ്ങളിൽ നിന്ന് 10 പേരെങ്കിലും ഇന്ന മഈ റബ്ബി എന്ന ബോധത്തിൽ വസ്തുനിഷ്ഠമായി എത്തിയാൽ രക്ഷപ്പെട്ടു, ഞാൻ ധന്യനായി. എൻ്റെ ഈ സേവനം അത് നല്ല സ്തുത്യർഹമായ ഒരു മഖ്ബൂലായ സേവനമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ ക്ഷണിക്കുന്നു, ഞാൻ എൻ്റെ നഫ്സിനെ ക്ഷണിക്കുന്നു റബ്ബുൽ ആലമീന്റെ സവിധത്തിലേക്ക്, അവന്റെ തിരുമുറ്റത്തേക്ക്, അവനുണ്ടെന്ന രൂഢമൂലമായ ബോധത്തിലേക്ക്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അവിടെ എത്താതെ നഫ്സ് മുത്തുമഇന്ന കിട്ടൂല. അപ്പൊ നഫ്സ് മുത്തുമഇന്ന കിട്ടാനുള്ള മാർഗം എന്താ? ആശങ്കകൾ, ഭയങ്ങൾ, ദുഃഖങ്ങൾ, വ്യസനങ്ങൾ മാറിക്കിട്ടാനുള്ള മാർഗം എന്താ? ഒരു മരുന്നാണ് ഇന്ന മഈ റബ്ബി എന്ന തിരിച്ചറിവ്. ഇപ്പൊ നമ്മളെ കൂടെ ആരുണ്ട്? കച്ചവടമുണ്ട്. ഇപ്പൊ നമ്മുടെ കൂടെ ആരുണ്ട്? തൊഴിലുണ്ട്. ഇപ്പൊ നമ്മുടെ കൂടെ ആരുണ്ട്? വാപ്പുണ്ട്, ചേട്ടനുണ്ട്, അനിയനുണ്ട്, മക്കളുണ്ട്, സമൂഹമുണ്ട്, കുടുംബമുണ്ട്, കൂട്ടുകാരുണ്ട്, പാർട്ടിക്കാരുടെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇതൊക്കെ ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ട്. ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. അതുണ്ടാവൂല. അത് ഉണ്ടാക്കുന്നവനെ കാണണം, അത് ഉണ്ടാക്കി തന്നവനെ കാണണം. അതാണ് ഇന്ന മഈ റബ്ബി എന്ന കൺസെപ്റ്റ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അത്യുന്നതമായ മാനസിക മണ്ഡലത്തിലേക്ക്